തമിഴ്നാട്ടിൽ ഇന്ന് ടി.വി.കെ സർക്കാരിന് നിർണായക ദിനം. രാവിലെ 9:30 ചേരുന്ന സഭയിൽ ടി.വി.കെ സർക്കാരിന് മേലുള്ള വിശ്വാസ വോട്ടെടുപ്പ് ഇന്ന് നടക്കും. 233 അംഗങ്ങളിൽ 120 എം.എൽ.എമാരുടെ പിന്തുണയോടെയാണ് ടി.വി.കെ സർക്കാർ രൂപീകരിച്ചത്. AIADMKയിലെ വിമതപക്ഷം വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ വിജയ് സർക്കാരിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ AIADMKയിലെ EPS പക്ഷം വിപ്പ് നൽകിയിരിക്കുകയാണ്. വിവരങ്ങളുമായി വിഷ്ണു വിനോദാണ് ചേരുന്നത്. വിഷ്ണു, ഇന്ന് ടി.വി.കെക്ക്, അതായത് വിജയ്ക്ക് ഇന്ന് വളരെ നിർണായകമായൊരു ദിവസം തന്നെയാണ്. വിശ്വാസ വോട്ടെടുപ്പ് നടക്കുകയാണ്. 233 അംഗങ്ങളിൽ 120 എം.എൽ.എമാരുടെ പിന്തുണയോടെ രൂപീകരിച്ച സർക്കാരാണ്. അപ്പോൾ ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ് നൽകുമ്പോൾ വളരെ നിർണായകമായൊരു ദിവസം തന്നെയായിരിക്കും. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആകാംക്ഷയോടുകൂടി തന്നെ തമിഴ്നാട്ടിലേക്ക് ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന്. കഴിഞ്ഞ ദിവസമാണ് ടി.വി.കെ സർക്കാർ അധികാരത്തിലേറുന്നത്. 4 ദിവസത്തെ, അതായത് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം 4 ദിവസത്തെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ടി.വി.കെ സർക്കാരിന് അധികാരത്തിലേറാൻ വേണ്ടി സാധിച്ചത്. അതിനുശേഷം ഇന്നലെയായിരുന്നു സ്പീക്കർ പദവിയിലേക്കും ഉപ സ്പീക്കർ പദവിയിലേക്കും തിരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നത്. അത് എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്പീക്കറായിട്ട് JCD പ്രഭാകരനെയും അതായത് ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് M രവിശങ്കറിനെയുമാണ് തിരഞ്ഞെടുത്തത്. എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കുന്നൊരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നായിരിക്കും ടി.വി.കെ സർക്കാരിൻ്റെ ആധികാരികമായ ആ ഒരു ദിനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് നടക്കുന്ന വോട്ടെടുപ്പിലായിരിക്കും ടി.വി.കെ എന്ന് പറയുന്ന ആ ഗവൺമെൻറ്റിൻ്റെ, വിജയ് നേതൃത്വം കൊടുക്കുന്ന ടി.വി.കെ ഘടകത്തിൻ്റെ ആധികാരികത നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിലിപ്പോൾ 120 എന്നുള്ള, അതായത് 234 മണ്ഡലങ്ങളിൽ 120 ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് ടി.വി.കെ സർക്കാർ ഇപ്പോൾ നിയമസഭയിൽ ഭരണ നേതൃത്വം കൈയാളുന്നത് എന്ന് നമുക്ക് പറയണം. അതിനകത്ത് ടി.വി.കെ 105, കോൺഗ്രസ് 5, CPM 2, CPI 2, CVK 2, ലീഗ് 2, AMMK ഇന്നലെ പുറത്താക്കിയ കനകരാജ് MLA, ഇന്നലെ AMMK പുറത്താക്കിയ കനകരാജ് MLA അടക്കമുള്ള ആളുകൾ ടി.വി.കെക്ക് പിന്തുണ നൽകും എന്നാണ് നമുക്കിപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എതിർത്ത് വോട്ട് ചെയ്യാൻ, അതായത് ടി.വി.കെ സർക്കാരിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് DMKയിൽ നിന്നും 59 പേരും, TMK ആയിട്ടുള്ള 4 പേര്, BJPയിൽ നിന്നും ഒരാളും, DMDKയിൽ നിന്നും ഒരാളും, അങ്ങനെ 65 വോട്ടുകൾ, ഏകദേശം 65ഓളം വോട്ടുകളാണ് ടി.വി.കെ സർക്കാരിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനു പുറമെ ഇപ്പോൾ നിലവിൽ AIADMK പിളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ചർച്ചയിൽ വിജയുമായി AIADMKയുടെ അനൗദ്യോഗിക പക്ഷമായിട്ടുള്ള, വിമതപക്ഷമായിട്ടുള്ള വേലുമണിയുടെയും CP ഷൺമുഖത്തിൻ്റെയും നേതൃത്വത്തിലുള്ള വിമതപക്ഷം വിജയുമായി ചർച്ച നടത്തുകയും ആ ഒരു പക്ഷം ടി.വി.കെ ഘടകത്തിന് പിന്തുണ നൽകിക്കൊണ്ട് കൂടുതൽ ഊർജ്ജം പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ വിമതപക്ഷം, അതായത് AIADMKയുടെ വിമതപക്ഷം നടത്തുന്ന ഒരു സാഹചര്യവും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അവരും ഇന്ന് ടി.വി.കെ ഘടകത്തിന് അനുകൂലമായി വോട്ട് നൽകും എന്നുള്ള ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം തന്നെ AIADMKയുടെ ഔദ്യോഗിക പക്ഷമായിട്ടുള്ള എടപ്പാടി പളനിസ്വാമിയുടെ EPS പക്ഷം സർക്കാരിനെ, ടി.വി.കെ സർക്കാരിനെ എതിർത്ത് വോട്ട് ചെയ്യും എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതിനായി സർക്കാരിന് EPS പക്ഷം വിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനു പുറമെ തന്നെ ടി.വി.കെക്ക് അനുകൂലമായി തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ടായിരുന്ന MLA ശ്രീനിവാസ് സേതുപതിക്ക് ഇന്ന് നിയമസഭാ നടപടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കില്ല. മദ്രാസ് ഹൈക്കോടതി ശ്രീനിവാസിനെ നിയമസഭാ നടപടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കേർപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് ഇന്ന് തന്നെ കോടതി പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്നിരുന്നാലും ഇന്ന് രാവിലെ 9:30 തമിഴ്നാട് നിയമസഭ ചേരുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു ഹൈക്കോടതി അല്ലെങ്കിൽ കോടതി ഈ ഒരു കാര്യം പരിഗണിക്കുന്നത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശ്രീനിവാസ് സേതുപതിക്ക് ഇന്ന് നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് നിയമസഭ, അതായത് തമിഴ്നാട് നിയമസഭയിൽ നടക്കാൻ പോകുന്നത് വളരെ നിർണായകമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ആകാംക്ഷയോടുകൂടി തന്നെ ആളുകൾ നോക്കിക്കാണുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്നാണ് നമുക്കിപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ AIADMKയുടെ ഔദ്യോഗിക പക്ഷമായിട്ടുള്ള EPS പക്ഷം ടി.വി.കെ സർക്കാരിനെ എതിർത്ത് വോട്ട് ചെയ്യണമെന്ന് തന്നെയാണ് കത്ത് നൽകിയിട്ടുള്ളത്. ആ ഒരു ഔദ്യോഗികപരമായിട്ടുള്ള തീരുമാനത്തെ എതിർത്തുകൊണ്ട് AIADMKയുടെ വിമതപക്ഷമായിട്ടുള്ള വേലുമണിയുടെയും ഈ പറയുന്ന ഷൺമുഖത്തിൻ്റെയും നേതൃത്വത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത. നിയമ നടപടികളടക്കം നേരിടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു പക്ഷം
നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ ഒരു നിലയിൽ തന്നെ പോകുമെന്നാണ് EPS പക്ഷവും നമുക്കിപ്പോൾ പുറത്തുവിടുന്ന അല്ലെങ്കിൽ അവർ പുറത്തേക്ക് പറയുന്ന വിവരങ്ങൾ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് നടക്കുന്ന ആ ഒരു വിശ്വാസ വോട്ടെടുപ്പ് എന്ന് പറയുന്നത് TVKയുടെ ആധികാരികത, അതായത് ആ സർക്കാരിൻ്റെ ആധികാരികത തമിഴ്നാട്ടിലെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ആധികാരികത ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അരുണിമ നമുക്കിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ശരി, വ്യക്തമാണ്. തമിഴ്നാട്ടിൽ നിന്ന് വിശ്വാസ വോട്ടെടുപ്പാണ്. TVK സർക്കാരിന് ഇന്ന് നിർണായക ദിനം കൂടിയാണ്. രാവിലെ 9:30 സഭ ചേരും. TVK സർക്കാരിന് മേലുള്ള വിശ്വാസ വോട്ടെടുപ്പും ആരംഭിക്കും. 233 അംഗങ്ങളിൽ 4 ദിവസത്തെ രാഷ്ട്രീയ ചർച്ചകൾക്ക് ശേഷം 120 MLA-മാരുടെ പിന്തുണയോടുകൂടിയാണ് TVK സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നാണ് ആ ഒരു നിർണായക ദിവസം എത്തുക. TVK സംബന്ധിച്ച് വലിയൊരു ദിവസം കൂടിയാണ് ഇന്ന്. എന്തായാലും AIADMK-യിലെയും EPS പക്ഷം വിപ്പ് നൽകിയതുമൊക്കെ ഇന്ന് എങ്ങനെയാവും ഈ ഒരു വിശ്വാസ വോട്ടെടുപ്പിനെ ബാധിക്കുക എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിഷ്ണു വിനോദാണ്.